അതായത് മുഖ്യമന്ത്രിയെ പറയാൻ ഷാജി ആയിട്ടില്ല എന്നാണ്. അതെനിക്ക് തീരെ മനസ്സിലായില്ല. അതെങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിയെ പറയാൻ ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്, ഏത് കോളേജിലാണ് പോകേണ്ടത്, എങ്ങനെയാണത് പറയാനുള്ള അവസരം എന്ന് റഹീം ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. കാരണം അത് റഹീമിന് മനസ്സിലാവുന്ന കാര്യമാണല്ലോ. കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ പറ്റാൻ ഏത് തരത്തിലാണ് സംസാരിക്കേണ്ടത്. പിന്നെ ഈ മുഖ്യമന്ത്രി ഭയങ്കര സംഭവമാണ്, അദ്ദേഹം വലിയ രാജാവാണ് എന്ന് CPM-മാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ CPM-മാർ ഒരു കാര്യം ചെയ്യണം. മൂപ്പരുടെ കുളിയും മൂപ്പരുടെ നീന്തലും മൂപ്പരുടെ പശുവിനെ നോക്കലൊക്കെ സ്വന്തം ചെലവ് നടത്താൻ പറയണം. കേരളത്തിലെ ജനങ്ങളുടെ ചെലവിലാണ് അദ്ദേഹത്തിന്റെ വണ്ടിയും അദ്ദേഹത്തിന്റെ കെട്ടിയോളും കുട്ടികളും മാത്രമല്ല പേരക്കുട്ടികൾ വരെ യാത്ര ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ നാട്ടിലെ ചെലവിലാണെങ്കിൽ ആ മുഖ്യമന്ത്രിയെ ജനാധിപത്യത്തിൽ വിമർശിച്ചിരിക്കും. അതല്ലാതെ പൂരപ്പറമ്പിലെ ആനനെ പോലെ മുഖ്യമന്ത്രിയെ കൊണ്ടു നടക്കണം, റഹീം കൊണ്ടുനടക്കണമല്ലോ. ഞങ്ങൾക്ക് അതിന്റെ ബാധ്യതയൊന്നുമില്ല. പിന്നെ പേടിപ്പിക്കലാണെങ്കിൽ ഷാജി നാവ് പുറത്തെടുത്താൽ ആ ജാതി പേടിയൊക്കെ കുറെ കണ്ടതാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ആന കുത്തിയിട്ട് വീണിട്ടില്ല, പിന്നെയാണ് ആനപ്പിണ്ടം തടഞ്ഞിട്ട് വീഴാൻ പോണത്. അതുകൊണ്ട് റഹീം ആ തരത്തിലുള്ള ഈ നേതാക്കന്മാരെ കാണുമ്പോൾ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മൂത്രമൊഴിച്ചു എന്ന് പേടിച്ചിട്ട് സ്നഗ്ഗിയിട്ട് നടക്കുന്ന ആ റഹീമിനെ പോലത്തെ ഒരാളോട് എനിക്ക് പിന്നെ സത്യത്തിൽ ഡിബേറ്റ് ചെയ്യാൻ പോലും വലിയ മടിയുണ്ട്. അതുകൊണ്ട് ഞാൻ പിണറായി പക്ഷക്കാർ എവിടെ ഉണ്ടെങ്കിലും നിങ്ങളെ മീഡിയക്കകത്തുണ്ടെങ്കിലും ഓരോടൊക്കെ കൂടി ഞാൻ പറഞ്ഞത്. ഇനി സമസ്തയിലെന്നല്ല, ഇപ്പൊ നിങ്ങളിടയിലുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു മ്യൂച്വൽ അഡ്ജസ്റ്റ്മെന്റിലാണ് നിൽക്കുന്നത്. നിങ്ങളെങ്ങാനും എന്നോട് പ്രകോപനപരമായിട്ട് പെരുമാറിയാൽ തിരിച്ച് അതിന്റെ 10 ഇരട്ടി ഞാൻ പറയും. ഞാൻ നിങ്ങളോട് മോശമായി പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചും പറയും. അത്ര ഇന്നത്തെ കാലത്ത് ബഹുമാനുള്ളൂ. അല്ലാതെ അയാൾ പണ്ഡിതനാണ്, ഇയാൾ മുഖ്യമന്ത്രിയാണ്, അയാൾ വേറെ മറ്റൊരാണ്, അതൊന്നും ഇന്നത്തെ കാലത്ത് ആരും മൈൻഡ് ചെയ്യില്ല. ഗിവ് ആൻഡ് ടേക്ക് ആണ്. റെസ്പെക്ട് കൊടുത്താൽ തിരിച്ചു കിട്ടും. ഇപ്പൊ എന്നോട് പലരും പറയുന്നത് നിങ്ങൾ ഭയങ്കര ആക്രമിക്കപ്പെടുന്നുണ്ടല്ലോ. ഞാനതിന് ആജാതി വർത്താനല്ല ആൾക്കാരെ കുറിച്ച് പറയുന്നത്. പിന്നെ എനിക്ക് തിരിച്ചു കിട്ടൂലേ? മിണ്ടാതിരിക്കുന്ന അത്ര ആൾക്കാരുണ്ട്, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞാൽ തിരിച്ചു കിട്ടും, അത് എല്ലാവർക്കും കിട്ടും. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, ഞാൻ പറഞ്ഞാൽ എനിക്കും തിരിച്ചു കിട്ടും. അതല്ലാതെ പിന്നെ അതിനങ്ങനെ വർത്തമാനം ഇതൊക്കെ പറയുക എന്നിട്ട് പറയാം പിന്നെ എന്നെ ആക്രമിച്ച് എന്നെ തിരിച്ചു പറയുമ്പോൾ ഞാൻ പറയാണ് അയ്യോ ലീഗിനെ ആക്രമിക്കുന്നേ. അതല്ല പക്ഷേ ലീഗിൽ വേറെ ആൾക്കാരില്ല, ഓല ആക്രമിക്കണില്ലല്ലോ. ഷാജിക്ക് നാവ് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് ഷാജിനെ ആക്രമിക്കും. അതുപോലെ നാവ് കൂടിയ ചില ഇനത്തെയാണ് ഞാൻ ആക്രമിച്ചത്. അതൊരു പ്രസ്ഥാനത്തൊന്നുമല്ല. അങ്ങനെ ചോദിച്ചിട്ട് പ്രസ്ഥാനത്താക്കാൻ മാറ്റാൻ ശ്രമിക്കേണ്ട.